Hi, my dear friends. Namaskaram. ഞാൻ മോളി ടി മാത്യു തൊണ്ടയാടാണ് താമസിക്കുന്നത്. കോഴിക്കോട് തൊണ്ടയാടാണ് താമസിക്കുന്നത്. ഞാനൊരു തൃശ്ശൂർ വിഭവമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നാടൻ കോഴിയിൽ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള വെപ്പാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവളെൻ്റെ മകളാണ്. ഇവൾക്കും എന്നെ പോലെ കുറച്ച് കൈപ്പുണ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവളെ ഞാൻ സഹായിക്കാൻ കൂട്ടിന് വന്നിരിക്കുകയാണ്. അവൾ ഇവർ വടകരയാണ് താമസിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. തേങ്ങ ചെരുകിയതാണിത്. ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തോല് കളഞ്ഞ് വെച്ചതാണ്. ഇഞ്ചി തോല് കളഞ്ഞ് വെച്ചതാണ്. ഇത് സവാള അരിഞ്ഞത്. ഇത് പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് മഞ്ഞൾപ്പൊടി. ഇത് മുളക് പൊടി. ഇത് കാശ്മീരി മുളക്. ഇത് മല്ലിപ്പൊടി. ഇത് കറുവാപ്പട്ട. ഇതൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ വെറുതെ വെച്ചതാണ്. ഇത് തേങ്ങാപ്പാൽ, ഫസ്റ്റ് എക്സ്ട്രാക്ഷൻ പാൽ. ഇത് സെക്കൻഡ് എക്സ്ട്രാക്ഷൻ പാൽ. ഇത് കരിയാമ്പൂ, ഏലക്കായ, ചുവന്നുള്ളി ചതച്ചത്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളിയും ചതച്ചത്. ഇത് സ്റ്റോക്കാണ്. കോഴി വേവിച്ച് നാടൻ കോഴി ആയതുകൊണ്ട് അതിന് വേവ് കുറേ കൂടുതലുണ്ടാവും. അതുകൊണ്ട് അത് ഞാൻ അവിടെ കുക്കറിൽ വേവിച്ചിട്ട് കൊണ്ടുവന്നേക്കാണ്. അതിൻ്റെ സ്റ്റോക്കാണിത്. ഇത് തേങ്ങ വറുത്തരച്ചതാണ്. ഇതാണ് നാടൻ കോഴി. ഇത് ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സ്റ്റോക്കാണിത്. ഇത് കറിവേപ്പില. ഞാൻ എല്ലാ കറികളും ധാരാളം കറിവേപ്പില ഉപയോഗിക്കും. ഇതിന് വേണം, മസ്റ്റാണ് കറിവേപ്പില. അപ്പോൾ അതിന് വെച്ചിട്ടുള്ളതാണിത്. ഇത് കുമ്പളം മുറിച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിൽ വേവിച്ചെടുക്കുക. അതാണ് ഈ ഇരിക്കുന്നത്. ഇത്ര വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. അത് എന്ന് വെച്ചാൽ ഈ സാധനം വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് വലിയ കഷ്ണമാക്കി മുറിക്കുന്നത്. ഇത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയും. നമുക്കിനി പാചകത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കുമ്പളങ്ങ വേവിക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിടണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇനി കുറച്ച് ഉപ്പിടണം. കുമ്പളങ്ങയിൽ പിടിക്കാനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണിത്. മതി. ഇത് ഇളക്കി എല്ലായിടത്തേക്കും കൂട്ടാണ്. ഉപ്പും എല്ലായിടത്തേക്കും പിടിക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് ഇവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോൾ ഈ കുമ്പളങ്ങ വേകുന്ന നേരം കൊണ്ട് നമുക്ക് കോഴി ഇത് ഈ അടുപ്പത്ത് കയറ്റാം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നാടൻ വിഭവങ്ങൾ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുക. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം. ഏറ്റവും ടേസ്റ്റ് കൊടുക്കാൻ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ്. ഇനി സവാള, ഈ 3 സവാള അരിഞ്ഞതാണ് ഇത്. പച്ചമുളക് എടുക്കുക. നീളത്തിലരിഞ്ഞില്ലേ? 3 പച്ചമുളക് നീളത്തിലരിഞ്ഞാണിത്. ഇത് ഇതിലിടാം. പിന്നെ ഇത്ര വലിപ്പമുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി, അത് ചതച്ചതാണ്. ഇത് രണ്ടും കൂടെ ചതച്ചതാണിത്. ഇഞ്ചി ചതച്ചതാണ് ആദ്യം ഇടുന്നത്. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചത്. ആ ഉള്ളി എടുക്കൂ. ഒരു ചെറിയ ഉള്ളി 10 എണ്ണം ചതച്ചെടുത്തതാണ്. അത് അതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഈ ഇളവനൊന്ന് ഇളക്കി നോക്ക്. നോക്കാം എന്തുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കേ. കുറച്ചുകൂടി വെള്ളം അവിടെ നിന്ന് എടുത്തൊഴിക്ക്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം.
ഇതിപ്പോൾ നല്ലോണം വഴുതി വന്നിട്ടുണ്ട്. ബ്രൗൺ ആക്കണ്ട, വേണ്ട വേണ്ട, അത് നല്ലോണം വഴുതി വന്നാൽ മതി. ഇനി നമുക്കതിൽ ഏലക്കായ, കരിയാമ്പൂ, പട്ട, ചതച്ച് വെച്ചതാണ് ഏലക്കായ, അതൊരു 4 എണ്ണം ഇടാം. ഏലക്കായ 4 എണ്ണം ചതച്ച് വെച്ചതാണ്. ഇനി കറുവാപ്പട്ട, കരിയാമ്പൂ അതും ഇടാം. കറിവേപ്പില എടുക്കും. കറിവേപ്പില അത് വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. ഇത് നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് നമ്മളെല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. പിടിച്ചു കിട്ടാത്തൊരു പാടാണിത്. എന്നിരുന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിടിക്കുന്നിടത്തോളം പിടിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടി. ആദ്യം മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. ഇനി മുളക് പൊടി ഒരു 3 സ്പൂൺ ഇടാം. എരിവ് അധികം വേണ്ടവർക്കാണെങ്കിൽ 4 ആവാം. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എരിവ് നമ്മൾ സൂക്ഷിച്ചിടണമല്ലോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ കാശ്മീരി മുളക് പൊടി എടുക്കുക. കാശ്മീരി ഇടുന്നത് എന്താ വെച്ചാൽ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി ഇടണമെന്നൊന്നുമില്ല. എന്നാലും ഞാൻ മിക്ക കറികളിലും കാശ്മീരി ഉപയോഗിക്കും. അടുത്ത ചിക്കൻ എടുക്കുക. ചിക്കൻ ഇടണം. നാടൻ കോഴിയാണിത്. നാടൻ കോഴി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇന്നലെ തേടിപ്പെടുത്തി ഫറൂഖിന് എനിക്കത് കിട്ടി. കുറച്ച് വേവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വേവ് ഇതിൽ കിടന്നിട്ടായിക്കോളും. നല്ലോണം അതുമേലൊക്കെ പെരട്ടി വയ്ക്കാം. അത് ഊറ്റിക്കളഞ്ഞില്ലെങ്കിൽ അത് ഈ കറിക്കൊരു പുളിരസം വരും. അത് പോണം നമുക്ക്. ഊറ്റിക്കളയാം. കുമ്പളത്തിലെ പല ഗുണങ്ങളുള്ളതാണ്. ഇനി ഇതിൽ 2ാം പാലും 3ാം പാലും ഒഴിക്കാം. ഇത് 2ാം പാലും 3ാം പാലാണ്. ഫസ്റ്റ് പാല് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. ഉപ്പ് കുറച്ചിട്ടു. അത് നല്ലോണം തിളക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് കുമ്പളം എടുത്തിട്ട്, ഊറ്റി വെച്ച കുമ്പളം എടുത്ത് ഇതിലിടാം. കുമ്പളത്തിൻ്റെ ഗുണങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കുമ്പളത്തിൽ വൈറ്റമിൻ B1 ഉണ്ട്, വൈറ്റമിൻ B3, പിന്നെ വൈറ്റമിൻ C, പൊട്ടാസ്യം, കാൽസ്യം, പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിലെ വിഷാംശം മുഴുവനും കളയാൻ പറ്റുന്നൊരു സംഭവമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് വളരെയധികം ഉപയോഗപ്രദമായൊരു സംഭവമാണ് കുമ്പളം. മമ്മി, കോഴി വെന്ത വെള്ളമില്ലേ ഈ സ്റ്റോക്ക്, ഇത് ഒഴിക്കണ്ടേ? അത് ഒഴിക്കണം, വേണം. അത് തീർച്ചയായിട്ടും എടുക്കും. കോഴി വെന്ത വെള്ളം നമ്മൾ ഇതിലിട്ട് ഒഴിക്കുക. ഈ കോഴി വെന്ത വെള്ളം ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇതാണ് ഇതിന് ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അത് വറ്റിച്ചെടുക്കരുത്. ആ സ്റ്റോക്ക് എടുക്കണം നമ്മൾ എന്തായാലും. നോക്കാം, നമുക്ക് നോക്കാം. തിളച്ച് നോക്കാം. ഓ, നല്ലോണം തിളച്ചു. നല്ല സ്മെല്ലുണ്ട് അല്ലേ? ഇനി കുമ്പളങ്ങ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. വെള്ളം ഊറ്റി എടുത്തിട്ട് ഞാൻ ഇടുന്നത്. ഇത് കോഴിയുടെ നെയ്യൊക്കെ ഇതിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുമ്പളമാണ് ഇതിലിട്ടേക്കണമെന്ന് പറയാൻ പറ്റില്ല. നല്ല
നല്ലോണം തിളച്ചോട്ടെ. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടണം. ഒരു ടീസ്പൂൺ മതി കേട്ടോ, അധികമാവണ്ടേ. വെച്ചു ഇനി ആ തേങ്ങ അരച്ചെടുക്കുക. തേങ്ങ ഈ തേങ്ങ വറുത്തരച്ചത് ഇതിലൊഴിക്കാം. നല്ലോണം ഇളക്കി കുറച്ച് നേരം ഇത് നല്ലോണം തിളയ്ക്കാനിടാം. തിളച്ച് നോക്കാം. ഓ, നല്ലോണം തിളച്ച്. ഇനി നമുക്ക് ഇതിൽ ആദ്യത്തെ പാലൊഴിക്കണം. ആദ്യത്തെ പാലെടുക്കുക. ഇതിനെ അധികം വറ്റും. കട്ടി കുറഞ്ഞാൽ നല്ലതാണ്. ഇനി നമുക്കിതിൽ വറവിടണം. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണ ഇതിൽ തിരുമ്പി ഇടും. കറിവേപ്പില എടുക്കുക. കുറച്ച് കറിവേപ്പില നല്ല കൂട്ടി തിരുമ്പിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല സ്മെല്ല് കിട്ടാനാണ് ചെയ്യുന്നത്. നല്ല ഫ്രഷ് സ്മെല്ല് വരും. ഇനി നമുക്ക് ഓഫാക്കാം. എന്നുവെച്ചാൽ അധികം ഇത് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയും. ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ഉള്ളി വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനായിട്ട് ഉള്ളി വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ഇതിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പില പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മമ്മി കറിവേപ്പിലേൻ്റെ ആളാ. എല്ലാ കറിയിലും ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ടാവും മമ്മിയുടെ കറിയിലൊക്കെ. ഇവരെന്നെ ചീത്ത പറയാം, ഈ കറിവേപ്പില എടുത്ത് പെറുക്കി കളഞ്ഞാൽ ചോറുണ്ണാൻ പറ്റണില്ല എന്ന് അറിയാതെ. പക്ഷെ അതിൻ്റെ ഗുണം അവർക്ക് അറിയില്ല. അതിൻ്റെ മണം വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. ശരി, നമ്മുടെ കോഴിക്കറി ഇപ്പോൾ പാകമായി. ഇപ്പം നമുക്കിത് സെർവ് ചെയ്യാം അല്ലേ? നമുക്ക് വിളമ്പാം. നമുക്ക് ഡെക്കറേഷൻ കൊടുക്കണ്ടേ മമ്മി? അത് വേണം. അല്ല, തീർച്ചയായിട്ടും വേണം. നമുക്ക് ഡെക്കറേഷൻ ഞാനിവിടെ തക്കാളിയുടെ സ്കിൻ എടുത്തിട്ട് ഒരു ചെറിയ റോസപ്പൂ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും.
കറിവേപ്പില തണ്ടെടുക്കുക. രണ്ട് പച്ചമുളകും കൂടെ വയ്ക്കാം. നടുക്കേറിയിട്ടുണ്ടത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇതങ്ങോട്ട് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഡിഷ്. അപ്പോൾ നമ്മുടെ വിഭവം ഇവിടെ വെച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ? നമുക്ക് നമ്മുടെ ഒരു ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സ്വന്തക്കാരാണ്. ആ ടീച്ചറെ നമുക്ക് വിളിക്കാം. എൻ്റെ മകളുടെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവർക്കും ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അവർക്കും കൂടെ കൊടുത്ത് നമുക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്കറിയാം. തിന്നു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാം. പാകത്തിന് നല്ല ടേസ്റ്റാണ്. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. സൂപ്പർ. മോളിയാൻറ്റി റോക്സ്. അടുത്തതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്.